ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നിവി ഡ്രേപ്പാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ഡ്രേപ്പിനെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് കമൻസ് വന്നായിരുന്നു ഓണം ലുക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഞാനങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഴിവുള്ള ഒരാളൊന്നുമല്ല. ഐ ക്രിയേറ്റ് ഡ്രേപ്സ്, അല്ലാതെ ഒരു സാരി ലുക്കൊന്നും ചെയ്യാനുള്ള ഒരു അറിവും പാഠവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയും. സോ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈയിടെയായിട്ട് വളരെ ഫേമസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സ്ഥലത്തിലും കാണുന്ന ഒരു സാരിയാണ് മൽ കോട്ടൺ സാരീസ്. അപ്പം എനിക്കും ആദ്യം അറിയില്ലായിരുന്നു എന്താണ് മൽ കോട്ടൺ സാരീസ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. മൽ കോട്ടൺ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഹാൻഡ് വൂവൺ ആയിട്ട് വരുന്ന സാരീസാണ്. വളരെ സോഫ്റ്റാണ്. ഇതിന് മസ്ലിൻ കോട്ടൺ എന്നും കൂടെ പറയും. ബട്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഇതിനെ വൂവൺ വിൻഡ് എന്ന് പറയുമായിരുന്നു. എന്നുവെച്ചാൽ ഇത് കാറ്റ് പോലെയാണ്, കുറച്ച് സീത്രൂ ആണെങ്കിലും പക്ഷേ നമ്മുടെ ബോഡിയുടെ കൂടെ ഇതങ്ങ് ഇഴകിച്ചേർന്ന് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടായിട്ട് മാറും. ഒട്ടും സ്റ്റിഫല്ല. സാധാരണ ഖാദി അല്ലെങ്കിൽ മറ്റ് കോട്ടൺ പോലെ ഒട്ടും സ്റ്റിഫല്ല. പിന്നെ ഇത് വാഷ് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ്. സ്റ്റാർച്ചൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതിങ്ങനെ ഒഴുകി അങ്ങോട്ട് കിടന്നോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സീത്രൂ ആണ്, പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള ഇന്നവേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര സീത്രൂ ആയിട്ടുള്ള അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ സാരീസ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഈ സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ ടാഗ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സാരി പർച്ചേസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ലുക്ക്. കഥ പറഞ്ഞ് ഓണം ലുക്ക് ഓൾമോസ്റ്റ് തീരാറായി. അപ്പം ഈ വർഷം ഈ മൽ കോട്ടൺ സാരി വെച്ചിട്ടായിരിക്കും മിക്കവാറും ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. സാധാരണ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഉടുത്തിട്ട് നമ്മുടെ ശരീരത്തൊരു സാരി ഉണ്ടെന്ന് മനസ്സിലാവുകയില്ല. അത്രയും ലൈറ്റ് വെയ്റ്റും കൂടെയാണ് ഈ സാരി. പിന്നെ ഈ ടാസിൽസൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. ഇതൊരു സിമ്പിൾ സാരി ആണെങ്കിലും ഉടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയാണ്. ഞാൻ ഉടുത്തതുകൊണ്ട് പറയുന്നതല്ല, നല്ല ഭംഗിയായിട്ട് നമ്മുടെ മേലെ ഇതിങ്ങനെ ഇഴകിച്ചേർന്ന് അങ്ങോട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. ഞാൻ വളരെ മിനിമൽ ജ്വല്ലറി മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു കമ്മൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി ലിപ്സ്റ്റിക്കും കൺമഷി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുപ്പിവളകളും ഇട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്കിതിനെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും ഈ സാരീനെ. അപ്പം എന്നും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അയ്യോ, സാരി പോയി, ഒന്നും വിചാരിക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.